എന്നെ ശ്രവിക്കുന്ന ലോകമെങ്ങുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് ഡിവൈൻ പൊളിറ്റിക്സ് ഫോർ ന്യൂ ഇന്ത്യ എന്ന ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വളരെ പുതുമയുള്ളതും സങ്കീർണവുമായ ഒരു വിഷയമാണ്. ഡിവൈൻ പൊളിറ്റിക്സ് എന്നതിന് ഞങ്ങൾ കൊടുക്കുന്ന അർത്ഥം സമ്പൽ സമൃദ്ധിയുടെ രാഷ്ട്രീയമാണ്. നമ്മൾ ഇന്ത്യയിലെ കേരളത്തിലും നമ്മൾ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവില്ല. ദാരിദ്ര്യത്തിൻ്റെ രാഷ്ട്രീയമാണ്, സബ്സിഡികളുടെ രാഷ്ട്രീയമാണ്, സൗജന്യങ്ങളുടെ രാഷ്ട്രീയമാണ്. 78 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകത്തിൻ്റെ മുമ്പിൽ ദരിദ്ര രാജ്യമായി അറിയപ്പെടേണ്ട ഗതികേടുള്ള നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധിയുടെ രാഷ്ട്രീയം എന്ന് കേട്ടിട്ടില്ല. ആ സമ്പൽ സമൃദ്ധിയുടെ രാഷ്ട്രീയം എന്താണെന്ന് പറയുവാനും നിങ്ങളുമായിട്ട് സംവദിക്കുവാനും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് 78 വർഷങ്ങളായിട്ടും ഈ ഗതികേടിൽ നിന്ന് മാറുവാൻ എന്താണ് മാർഗം? നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളൊക്കെ ചിന്തിക്കുന്നത് നെഗറ്റീവ് പൊളിറ്റിക്സാണ്. എതിരാളിയെ അല്ലെങ്കിൽ എതിർപക്ഷത്തുള്ളവരെ വിമർശിക്കാനും, ഞങ്ങളാണെങ്കിൽ ഇതെല്ലാം ശരിയാക്കിക്കോളും. എങ്ങനെ ശരിയാക്കും? സൗജന്യങ്ങൾ വർദ്ധിപ്പിച്ച് കൊടുക്കുക. ബസ് യാത്രയ്ക്ക് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, ബാക്കി അങ്ങനെ എല്ലാ സൗജന്യങ്ങളും. സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഇവരാരും ആലോചിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ കേരളം തന്നെ എടുത്തു നോക്കിക്കോ, സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ല. നികുതി വർദ്ധിപ്പിച്ച് ഉൽപാദന മേഖല മുഴുവൻ തകർത്ത് കളയുക. അല്ലാതെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള യാതൊരുവിധ നിർദ്ദേശങ്ങളും ഭാവനാസമ്പന്നമായ പദ്ധതികളും നമുക്കില്ല. ഇതെത്ര കാലം മുമ്പോട്ട് പോകുമെന്ന ചോദ്യത്തിന് നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഗൗരവമായി ചിന്തിക്കുകയോ ഉത്തരം നൽകുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഇങ്ങനെ നമുക്ക് അധികം കാലം മുമ്പോട്ട് പോകാനാകാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥ പരിഹരിക്കപ്പെടണമെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ കക്ഷികൾ മാറി ചിന്തിക്കാൻ തയ്യാറാണ്. മാറി ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ ജനങ്ങൾ ആദ്യം മാറി ചിന്തിക്കണം. ജനങ്ങൾ മാറി ചിന്തിച്ചാൽ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ മാറി ചിന്തിക്കാൻ നിർബന്ധിതരാകും. അത്തരത്തിൽ കേരളത്തിൽ നമുക്ക് ആരംഭിക്കേണ്ട ഒരു രാഷ്ട്രീയ നവോത്ഥാന മുന്നേറ്റത്തിന്റെ തുടക്കമാണ്. അങ്ങനെ തുടക്കം കുറിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. നമുക്കത് അത്തരത്തിലുള്ള രാഷ്ട്രീയ നവോത്ഥാനം ഉണ്ടാക്കിയെടുത്തേ തീരൂ. നമ്മളിങ്ങനെ എല്ലാ കാലത്തും ദരിദ്ര ജനതയായി അറിയപ്പെട്ടാൽ മതിയോ? പോരാ, അത് നമുക്ക് തിരുത്തണം. എങ്ങനെ തിരുത്താൻ കഴിയും? നമ്മുടെ ഉൽപാദന മേഖല വർദ്ധിപ്പിക്കണം. ഉൽപാദന മേഖല വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? സൗഹൃദ മത്സരങ്ങൾ വ്യാപകമായി പ്രോത്സാഹിപ്പിക്കണം. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. മത്സരാധിഷ്ഠിതമായ സൗഹൃദ മത്സരങ്ങളിലൂടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക. എല്ലാ മേഖലയിലും സർവ്വതോന്മുഖമായ പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ സൗഹൃദ മത്സരങ്ങൾ അനിവാര്യമാണ്. സൗഹൃദ മത്സരങ്ങൾ എന്നൊരു വാക്ക് പോലും കേരളത്തിലോ ഇന്ത്യയിലോ നമ്മൾ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സൗഹൃദ മത്സരങ്ങളാണ് പുരോഗതിയുടെ വളർച്ചയുടെ ചാലക ശക്തിയായി പ്രവർത്തിക്കുക. അത്തരത്തിലുള്ള സൗഹൃദ മത്സരങ്ങൾ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിലവിലുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് യാതൊരുവിധ വ്യക്തതയുമില്ല. അങ്ങനെ അവർ ചിന്തിക്കാറുമില്ല. കാർഷിക രംഗത്തായിക്കോട്ടെ, വ്യാവസായിക രംഗത്തായിക്കോട്ടെ, ടൂറിസം രംഗത്തായിക്കോട്ടെ, ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, ഒരിക്കലും സൗഹൃദ മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനുള്ള ഒരു തൊഴിലാളി വർഗ സർവാധിപത്യമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് ചിന്തിക്കുന്ന, എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാവിധ മത്സരങ്ങളും നിരുത്സാഹപ്പെടുത്തുന്ന ഈ രാഷ്ട്രീയ ചിന്താഗതി അബദ്ധമാണ്. അത് നമ്മൾ തിരുത്തേണ്ടി വരും. സൗഹൃദ മത്സരങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാത്രമേ സമ്പദ് വ്യവസ്ഥയെ, ഒരു സമൂഹത്തെ, ഒരു ജനതയെ നമുക്ക് ഉത്തേജിപ്പിക്കാനും വളർത്താനും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തിക്കുവാൻ
സാധിക്കുകയുള്ളൂ. ഇതാണ് സൗഹൃദ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള കളമൊരുക്കുവാൻ, സൗഹൃദ മത്സരങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് വിശദമാക്കുവാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ശ്രമിക്കുന്നതായിരിക്കും. അതായത് നമ്മളൊന്ന് ഒരു കാര്യം ഓർമ്മിക്കുക, ഒരു സമ്പദ് വ്യവസ്ഥയുടെ സ്വാഭാവികമായ ദ്രുതഗതിയിലുള്ള വളർച്ച ഉറപ്പാക്കണമെങ്കിൽ സൗഹൃദ മത്സരങ്ങൾ വ്യാപകമായി പ്രോത്സാഹിപ്പിക്കണം. അതിൽ കൂടുതൽ ഉൽപാദന വർധനവും ഗുണവർധനവും ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഭരണകൂടം പ്രോത്സാഹനങ്ങളും പാരിതോഷികങ്ങളും നൽകി തുടങ്ങണം. അങ്ങനെ വന്നാൽ മാത്രമേ കൂടുതൽ ആളുകൾ സൗഹൃദ മത്സരത്തിലേക്ക് കടന്നു വരികയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരുകയും ചെയ്യുള്ളൂ. ഇതിന്റെ വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്ന്, കാർഷിക മേഖല ഉൾപ്പെടെ നമുക്കിത് എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താമെന്നുള്ളതിനെ പറ്റിയുള്ള സാമാന്യ വിവരണങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നൽകുന്നതായിരിക്കും. നിങ്ങൾ ഇത്തരം ഈ സൗഹൃദ മത്സരത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഈ വീഡിയോകൾ ആവുന്നത്ര പ്രചരിപ്പിക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും തയ്യാറാകണമെന്നും നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ കാര്യങ്ങൾ അറിയിക്കണമെന്നും, നമുക്കൊരു സമ്പൽ സമൃദ്ധമായ പുതിയൊരു കേരളവും നമുക്ക് സാധ്യമാണെന്നും അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.